ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഈ പുതിയ പ്രഭാതത്തിലെ നമ്മുടെ വായന ഭാഗം ഉൽപ്പത്തി 50 അധ്യായം മുതൽ പുറപ്പാട് 2 അധ്യായം വരെ. ഇന്നത്തെ നമ്മുടെ കുറിവാക്യം ഉൽപ്പത്തി പുസ്തകം 16 അധ്യായം 15 വാക്യം. ഹാഗാർ പ്രസവിച്ച തൻ്റെ മകന് അബ്രാം ഇശ്മായേൽ എന്ന് പേരിട്ടു. അബ്രഹാമിന് ഈജിപ്റ്റ് വർഗത്തിൽപ്പെട്ട അടിമയായ ഹാഗാറിൽ ജനിച്ച മകനാണ് ഇശ്മായേൽ. ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ടവരാണ് ഹാഗാറും ഇശ്മായേലും. അതിനാൽ മനുഷ്യവർഗത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ് ഹാഗാറും ഇശ്മായേലും എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇശ്മായേൽ എന്ന പേരിൽ ബൈബിളിൽ പല വ്യക്തികളും ഉണ്ട്. എന്നാൽ ഇസ്രായേൽ ചരിത്രം അബ്രഹാമിന് സാറായിൽ ജനിച്ച പുത്രനിൽ കൂടെയാണ് അറിയപ്പെടുന്നത്. എന്നാൽ നിന്നിൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്ന് ദൈവം അബ്രഹാമിനോട് ചെയ്ത വാഗ്ദാനം അത് ഹാഗാറിൽ കൂടെയും നിവർത്തിച്ചിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. കാരണം ഹാഗാറാണ് അബ്രഹാമിൻ്റെ ആദ്യജാതനെ പ്രസവിച്ചത്. ഇശ്മായേൽ എന്ന പേരിൻ്റെ അർത്ഥം ദൈവം കേൾക്കുന്നു എന്നാണ്. ഈ ഭാഗത്തു നിന്നും നമുക്ക് ഒന്നാമതായിട്ട് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് ഇശ്മായേലിന് ദൈവത്തിൻ്റെ സംരക്ഷണവും അനുഗ്രഹവും ലഭിക്കുന്നു. ഹാഗാറിൻ്റെ ഗർഭ അവസ്ഥയിലും തൻ്റെ കുഞ്ഞിനെ സംരക്ഷിക്കുവാനുള്ള ദൈവിക അനുഗ്രഹം ഹാഗാറിന് ലഭിച്ചിരുന്നു. ദൈവദൂതൻ ഹാഗാറിനോട് പറയുന്നു, മടങ്ങിച്ചെന്ന് യജമാനത്തിക്ക് കീഴടങ്ങിയിരിക്കുക എന്ന്. അങ്ങനെ ഗർഭ അവസ്ഥയിലും ഒരു ദൈവിക ഇടപെടലും ദൈവിക സംരക്ഷണവും ഹാഗാറിന് ലഭിക്കുന്നു. തുടർന്ന് തൻ്റെ മകന് ഹാഗാർ ജന്മം നൽകുന്നു. ആ സമയത്ത് 86 വയസ്സുള്ള അബ്രഹാം തന്നെയാണ് തൻ്റെ മകന് ഇശ്മായേൽ എന്ന പേര് നൽകിയത്. അതിനുശേഷവും ഈ മാതാവിനും തൻ്റെ മകനും ദൈവിക സംരക്ഷണം ലഭിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അബ്രഹാം തൻ്റെ ഭവനത്തിൽ നിന്നും ഹാഗാറിനെയും തൻ്റെ പുത്രനെയും പറഞ്ഞു വിടുന്ന ഒരു അനുഭവം ഉണ്ടാകുന്നു. അങ്ങനെ ഭക്ഷണ സാധനങ്ങൾ തീർന്ന് മരുഭൂമിയിലെത്തിയ ഹാഗാർ മകനെയും കൊണ്ട് പ്രതിസന്ധിയിലേക്ക് എത്തുന്ന ഒരു അനുഭവം ഉണ്ടാകുന്നു. അവിടെയും ദൈവിക ഇടപെടൽ നമുക്ക് കാണാം. ദൈവം ബാലനോട് കൂടെ ഉണ്ടായിരുന്നു. അവൻ മരുഭൂമിയിൽ പാർത്തു, മുതിർന്നപ്പോൾ ഒരു വില്ലാളിയായി തീർന്നു എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. അങ്ങനെയെങ്കിൽ ആര് നമ്മെ അകറ്റി നിർത്തിയാലും ഒഴിവാക്കിയാലും ദൈവത്തിൻ്റെ സംരക്ഷണവും അനുഗ്രഹവും ലഭിക്കും എന്നതിന് ഇശ്മായേൽ ഒരു സാക്ഷ്യമാണ്. രണ്ടാമതായി, ഇശ്മായേൽ ഒരു ജനതയുടെ സ്ഥാപകനായി തീർന്നു. ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹവും കൂടെ ആണ് ഇത്. എന്നാൽ ഈ അനുഗ്രഹം ഫലപ്രാപ്തിയിലേക്ക് എത്തിയതായി ഉൽപ്പത്തി പുസ്തകം 25 അധ്യായം 12 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാം. ഇശ്മായേലിൻ്റെ വംശാവലി വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തും വിധം വലിയവനാകുവാൻ ദൈവം അദ്ദേഹത്തെ സഹായിച്ചു. ഇശ്മായേൽ 12 ഗോത്രങ്ങളുടെ പിതാവായി തീരുന്നു. അബ്രഹാമിനൊപ്പം ഇശ്മായേലും പരിച്ഛേദന കർമ്മം നടത്തിയതായും അബ്രഹാമിൻ്റെ സംസ്കാരത്തിൽ ഇസഹാക്കിനൊപ്പം ഇശ്മായേൽ ജീവിച്ചു എന്നും വേദപുസ്തകത്തിൽ നാം കാണുന്നു. പ്രിയമുള്ളവരെ, ദൈവജനം എന്ന പേര് അവകാശപ്പെടാൻ സാധിക്കുന്നത് ആർക്കൊക്കെയാണ്? ദൈവത്തിൻ്റെ കണ്ണിൽ ഒരു മനുഷ്യനും വലിയവനോ ചെറിയവനോ അല്ല. ദൈവം തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ടവരാണ് എല്ലാ മനുഷ്യരും. അങ്ങനെയെങ്കിൽ നമുക്കും എല്ലാവരെയും ഉൾക്കൊള്ളുവാനായിട്ട് ശ്രമിക്കാം. ദൈവമായ കർത്താവെ, അവിടുത്തെ സന്നിധിയിൽ എല്ലാവരും തുല്യരാകുന്നു എന്ന് ഞങ്ങളെ കേൾപ്പിച്ചുവല്ലോ. അപ്രകാരം എല്ലാവരെയും ഉൾക്കൊള്ളുവാൻ ഞങ്ങളെയും സഹായിക്കണമേ. ആമേൻ.